ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ ഇന്ന് കാണിക്കുന്ന നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നർ ആയിട്ടും ഒക്കെ തിന്നാൻ പറ്റുന്ന നല്ലൊരു ഇതാണ് ട്ടോ. അപ്പോൾ നല്ലൊരു അടിപൊളി ചിക്കൻ റോസ്റ്റാണ് കാണിക്കുന്നത്. അതിൻ്റെ കൂടെ തിന്നാൻ വേണ്ടിയിട്ട് നല്ല ഒറോട്ടിയാണ് ട്ടോ. അരിപ്പത്തിരി എന്ന് പറയുന്ന ഒറോട്ടി. അപ്പോൾ അത് രണ്ടുമാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടാവും. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പി തന്നെയാണ്. നല്ല നാടൻ സ്റ്റൈലിലുള്ള നല്ലൊരു ചിക്കൻ റോസ്റ്റും അതേപോലെ തന്നെ ഒറോട്ടിയും. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കണേ. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ചിക്കൻ റോസ്റ്റാണ് കാണിക്കുന്നത് കേട്ടോ. അതിന് വേണ്ടി ഞാൻ വലിയൊരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തത്. അതിലേക്ക് ഒരു മീഡിയം സൈസുള്ള 4 ഉള്ളി അരിഞ്ഞുവച്ചതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. 4 മീഡിയം സൈസുള്ള ഉള്ളിയാണ് ഞാൻ എടുത്തത് കേട്ടോ. ഇത് 2 ചിക്കൻ്റെ അളവാണ് ഞാൻ പറയണത്. അപ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഈ ഒരു 4 ഉള്ളി എടുത്തത്. എന്നിട്ട് ഇത് നന്നായിട്ട് ഈ ഒരു എണ്ണയിൽ കിടന്ന് നന്നായിട്ട് നല്ല സോഫ്റ്റ് ആകണ വരെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഉള്ളിൻ്റെ കളറൊന്നും മാറി ബ്രൗൺ കളറൊന്നും ആവണ്ട. എന്നാലും ഉള്ളി നന്നായിട്ട് വെന്ത് വരണം. പച്ച ടേസ്റ്റ് ഉണ്ടാവാൻ പാടില്ല. നന്നായിട്ട് വെന്ത് വരണം. അതുവരെ ഇതൊന്ന് വാടട്ടെ. ഇപ്പോൾ അത് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ആ ഒരു ഉള്ളിയൊക്കെ ചുരുങ്ങി. എന്നാൽ കരിഞ്ഞു പോയ കളർ മാറുക ബ്രൗൺ ആകുക ഒന്നും ചെയ്തിട്ടില്ല. ഉള്ളി നന്നായിട്ട് വാടി വന്നതാണ്. ഇതിലേക്ക് ഇനി ഒരു ടേബിൾ സ്പൂൺ നിറച്ച് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് വാട്ടിയെടുക്കുകയാണ്. അതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ 1-2 മിനിറ്റ് നേരം അതൊന്ന് വഴറ്റിയെടുക്കുക. അതിന് ശേഷം ഇതിലേക്ക് ഞാൻ പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 4 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടിയ കുറച്ച് കരിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതും കൂടെ കൂട്ടി ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് വേണ്ടത് ടൊമാറ്റോ പേസ്റ്റ് ആണ് കേട്ടോ. ഇങ്ങനെ പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. അത് ഇവിടെ നാട്ടിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന സാധനമാണ് ഈ ഒരു ടൊമാറ്റോ പേസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ടൊമാറ്റോ സോസ് വേറെയാണ്. അതുപോലെ തന്നെ കെച്ചപ്പ് എന്ന് പറയുന്നത് വേറെയാണ്. ടൊമാറ്റോ പേസ്റ്റ് എന്ന് പറയുന്നത് വേറെയാണ് കേട്ടോ. ടൊമാറ്റോ പേസ്റ്റ് എന്ന് പറഞ്ഞാൽ തക്കാളി ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം വെള്ളം ഇല്ലാണ്ട് അരച്ചിട്ട് എന്താ പറയുക വറ്റിച്ചെടുക്കുന്നതാണ് ഈ ഒരു ടൊമാറ്റോ പേസ്റ്റ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ അതും കൂടെ ചേർത്ത് നല്ല മിക്സ് ആക്കിയതിന് ശേഷം പൊടികളാണ് ചേർക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഞാനിവിടെ എരിവില്ലാത്ത മുളക് പൊടിയാണ് ചേർത്ത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താണ്. പിന്നെ വേണ്ടിയ ഗരം മസാല ആണ്. 1 ടീസ്പൂൺ നിറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്ത്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. ഒരു ഭാഗം ഞാൻ അങ്ങ് മാറ്റി വെച്ചാണ് കേട്ടോ. പൊടികളൊന്ന് വാട്ടാൻ വേണ്ടിയിട്ടാണ്. ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഒന്ന് വാടിയെന്ന് കണ്ടു കഴിഞ്ഞാൽ ആ ഒരു ഉള്ളി മിക്സ് ഇതിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഉള്ളിയും ഇതും എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. നമ്മൾ ആ ഒരു ടൊമാറ്റോ പേസ്റ്റ് ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നല്ലൊരു ടേസ്റ്റുമാണ്. അതുപോലെ തന്നെ നല്ല കളറും വരും. നല്ല കളറുമാണ്. അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റുമാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഞാൻ ആ ഒരു ചിക്കനിലേക്കും എല്ലാം കൂടെ ഉള്ള ഉപ്പാണ് ചേർക്കുന്നത്. 2 ടീസ്പൂൺ നിറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതാണ്. എന്നിട്ട് ഇതാ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളെ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഞാനിവിടെ 2 ചിക്കനാണല്ലോ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഒരു എണ്ണയൊക്കെ തെളിഞ്ഞൊരു പാകമായി. അതിന് ശേഷമാണ് നമ്മൾ ചിക്കൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 900 ഗ്രാമിൻ്റെ 2 ചിക്കനാണ് ഞാൻ എടുത്തത് കേട്ടോ. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ 1800 ഗ്രാം ഉണ്ടാവും വെയിറ്റ് പറയുകയാണെങ്കിൽ. അപ്പോൾ 2 ചിക്കനാണ് എടുത്തത്. എന്നിട്ട് ഒരു മീഡിയം സൈസുള്ള ആ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുത്തത്. ഓവർ വലുപ്പമില്ല, എന്നാൽ നല്ല ചെറുതുമല്ല. ഒരു മീഡിയം സൈസുള്ള രീതിയിൽ കട്ട് ചെയ്തെടുത്തതാണ്. എന്നിട്ട് അത് ചിക്കനൊക്കെ കൂടി ചേർത്തതിന് ശേഷം നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഒരു ഗ്രേവിയിലൊക്കെ ഒന്ന് പൊതിഞ്ഞ് വരുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ തീയൊന്ന് കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു മീഡിയം തീയിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ടാണ് നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത്. ഉപ്പൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് വേണം തോന്നുകയാണെങ്കിൽ പിന്നെയും ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 2 ടീസ്പൂൺ ഇട്ടത് ഇവിടെ കറക്റ്റാണ് കേട്ടോ. അതിൽ കുറഞ്ഞിട്ടുമില്ല കൂടിയിട്ടുമില്ല. കറക്റ്റ് അളവായിരുന്നു. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ വെള്ളമൊന്നും ചേർക്കൂല കേട്ടോ. ഇങ്ങനെ തന്നെയാണ് ഇത് വേവിച്ചെടുക്കുക. അപ്പോൾ ആ ഒരു ചിക്കനിൽ കുറച്ച് വെള്ളം വരും. ആ ഒരു എന്താ പറയുക, ആ ഒരു വെള്ളത്തിൽ തന്നെ ഈ ഒരു ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നോളൂ. എന്നാൽ കൂടുതൽ വെള്ളമായിട്ട് വരികയൊന്നും ചെയ്യൂല. കാരണം നമ്മൾ അതിനുള്ള ആവശ്യത്തിനുള്ള ഉള്ളിയും എല്ലാം ചേർത്ത് കൊടുത്താണ്. അപ്പോൾ അത് നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം മൂടി വെച്ചിട്ട് നമ്മളിതൊരു 20 മിനിറ്റാണ് ചെറിയ തീയിൽ വേവിച്ചെടുക്കേണ്ടത് കേട്ടോ. 20 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കുക. കാരണം വെള്ളം ചേർക്കാത്തതായതുകൊണ്ട്. അതിന് ശേഷം പിന്നെ ഒരു മൂടി വെച്ചിട്ട് 10 മിനിറ്റും കൂടെ അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനത് കവർ ചെയ്ത് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. 20 മിനിറ്റിന് ശേഷം ഞാൻ ബാക്കി കാണിച്ചു തരാം കേട്ടോ. അപ്പോഴത്തേക്കിന് നമ്മൾ ഒറോട്ടിൻ്റെ പണി തുടങ്ങുകയാണ്. ഒറോട്ടിക്ക് ഞാനിവിടെ അരി അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമ്മളെ പുഴുങ്ങലരിൻ്റെ അരിയാണ്. നമ്മൾ സാധാരണ ചോറ് വെക്കുന്ന അരിയില്ല, അതാണ് വെറും ചോറ് വെക്കുന്നത്. ആ അരി ഞാൻ ചൂടുവെള്ളത്തിൽ കുതിർത്തതിന് ശേഷം അരച്ചെടുത്തതാണ് കേട്ടോ. അതിലേക്ക് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. എത്രയാണോ നിങ്ങൾ അരി എടുക്കുന്നത് അതിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മളിത് മിക്സ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത് ഒറോട്ടിപ്പൊടി എന്ന് പറയുന്നത് തന്നെയാണ്. അതെന്ന് വെച്ചാൽ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്. അതും പുഴുങ്ങലരി പൊടിച്ച് വരുന്നതാണ് കേട്ടോ. പൊടിച്ചിട്ട് മില്ലിൽ നിന്ന് തന്നെ വറുത്ത് വരുന്നതാണ്. അപ്പോൾ അത് നമ്മൾ നാട്ടിൽ നിന്ന് ഇങ്ങനെ ഒരുപാട് കൊണ്ടുവരും. ഓരോ പോക്ക് പോകുന്ന സമയത്ത് കുറേ കൊണ്ടുവരും. അത് വെച്ചിട്ടാണ് നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഒരുപാടൊന്നും ചേർക്കേണ്ടിയില്ല. അതൊന്ന് ജസ്റ്റ് ഒന്ന് എന്താ പറയുക, ഒന്ന് കട്ടിയായി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഇങ്ങനെ കുറേശ്ശെ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇത് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കുന്നത്. ഇതൊരു പാർട്ടിക്ക് വേണ്ടി ഉണ്ടാക്കുന്നതായതുകൊണ്ടാണ് ഈ ഒരു ഇത്രയും അളവ് പറയുന്നത് കേട്ടോ.
അപ്പോൾ അത് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഓവറായിട്ട് കട്ടിയാക്കി എടുക്കരുത്. അപ്പം ഭയങ്കരമായിട്ട് ഹാർഡായിട്ട് നമ്മൾ നല്ല കട്ടിയിൽ ഇത് കുഴച്ചെടുത്ത് പൊടി കൂട്ടി കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ പത്തിരി ചുട്ട് കഴിഞ്ഞാൽ പത്തിരിക്ക് ഭയങ്കര ഹാർഡായിരിക്കും. ഒരു ഉറപ്പുള്ള പത്തിരിയായിട്ടാണ് വരിക, നല്ല സോഫ്റ്റായിട്ട് വരില്ല. അപ്പോൾ അത് ഈ ഒരു രീതിയിലാണ് ഇത് മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഇതിപ്പോൾ കണ്ടില്ലേ, നമ്മളിപ്പം കൈയൊക്കെ കഴുകി വന്നാൽ പിന്നെ ഒട്ടൂല. ഇപ്പോൾ അത് ഒട്ടുന്ന പോലെ തോന്നും, പക്ഷേ കൈയൊക്കെ കഴുകി വന്നു കഴിഞ്ഞാൽ നമുക്ക് കയ്യിൽ ഒട്ടാണ്ട് ഇത് ഉരുളാക്കി എടുക്കാൻ വേണ്ടി പറ്റും. ആ ഒരു പാകത്തിലാണ് നമ്മളിത് മിക്സ് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിവിടെ മാറ്റി വെച്ച് നമ്മൾ കൈയൊക്കെ ഒന്ന് കഴുകി വരുമ്പോഴത്തേക്ക് ഇത് റെഡി ആയിട്ട് വന്നോളും. ഇനിയിപ്പോൾ ഞാനിവിടെ പരത്തി കാണിക്കുന്നത്, സാധാരണ ഞാൻ ഒറോട്ടി കാണിക്കുന്ന എല്ലാ വീഡിയോയിലും നമ്മൾ ഒറോട്ടി ഉണ്ടാക്കൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല ചൂടുള്ള ആ ഒരു കല്ലിലേക്ക് തവയിലേക്ക് അതിലേക്ക് ഉരുള വെച്ചിട്ട് കൈ കൊണ്ട് പരത്തലാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ കമൻറ്റ് ഇടുന്നതും കാണലുണ്ട്, അല്ലാണ്ട് തന്നെ എൻ്റെ അടുത്ത് പറയലുണ്ട് പേഴ്സണലായിട്ട്. അങ്ങനെ പരത്താൻ നമ്മളെ കൊണ്ട് കഴിയൂല, അതിന് കുറച്ച് മെനക്കെടുണ്ട്. നിങ്ങൾ കവറിൽ പരത്തിയിട്ടിടലില്ലേ എന്ന് ചോദിക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറയലുണ്ട് കവറിൽ പരത്തിയിട്ട് വേണമെങ്കിൽ അങ്ങനെ ഇടാം. നമ്മൾ പിന്നെ ഇത് നമുക്ക് ശീലമായി പോയതുകൊണ്ടാണ് നമ്മൾ ആ ഒരു കല്ലിലേക്ക് ഡയറക്റ്റ് വെച്ചിട്ട് അതിൽ നിന്ന് തന്നെ പരത്തുന്നത്, തവയിൽ വെച്ചിട്ട് ചൂടോടുകൂടി പരത്തുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് അതിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, അത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാനത് കവറിൽ പരത്തിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ അതാ എത്ര വലുപ്പത്തിലുള്ള പത്തിരിയാണോ നമുക്ക് വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ ഉരുളെടുക്കുക. ഇതിപ്പോൾ കണ്ടില്ല, നമ്മൾ കയ്യിലൊന്നും ഒട്ടൊന്നുമില്ല. എന്നിട്ട് ഇതാ ഒരു കവർ നല്ല നീറ്റാക്കി വെച്ചതിന് ശേഷം കൈൻ്റെ അടി വെച്ചിട്ട് കൈപ്പത്തി വെച്ചിട്ടാണ് ഇത് പരത്തുക കേട്ടോ. നമ്മൾ കവർ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, കവർമേൽ എന്തെങ്കിലും എഴുത്തൊക്കെ ഉണ്ടെങ്കിൽ അത് അടിഭാഗത്തേക്ക് വരുന്ന രീതിയിൽ വെക്കണേ. എന്നിട്ട് അതിൻ്റെ ഉൾഭാഗം തീരെ എഴുത്തുകളൊന്നും ഇല്ലാത്ത ഉൾഭാഗത്ത് അങ്ങനത്തെ ഒരു കവർ നല്ല കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിലാണ് നമ്മൾ പരത്തിയെടുക്കുക. ചെറുതായിട്ടൊന്ന് എണ്ണ വരട്ടി കൊടുക്കുന്നുണ്ട്, ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തത്. എന്നിട്ട് ഇതാ ഒരു അത്യാവശ്യം ഒരു വലുപ്പത്തിൽ പരത്തിയിട്ടുണ്ട്. ചെറിയ കട്ടിയേ അതിനുള്ളൂ, കൂടുതലായിട്ട് നൈസാക്കിയിട്ടില്ല, ചെറിയൊരു കട്ടിയിലാണ് പരത്തിയെടുത്തത്. ഇനിയിപ്പോൾ അത് ചൂടായ തവയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഈ ഒരു പരത്തുന്നത് നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ തവയിൽ വെച്ചിട്ട് തന്നെയാണ് സാധാരണ പരത്തലിട്ട്. എൻ്റെ പഴയ വീഡിയോസൊക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതാ ഓരോന്നോരോന്ന് പരത്തിയത് ഞാൻ കല്ലിലേക്ക് വെച്ച് കൊടുക്കുന്നത്. ഒരു 4 or 5 ഒക്കെ വെച്ചിട്ട് നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ 2, 3 ഒക്കെ പരത്തി ഇടുമ്പോഴത്തേക്ക് ആദ്യം ഇട്ടത് തിരിച്ചിട്ട് കൊടുക്കാനും മറന്നു പോകരുത്. ആദ്യത്തെ മറിച്ചിടൽ വേഗം മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ അത് ആദ്യത്തെ മറിച്ചിടൽ 4 എണ്ണവും ഞാനിതാ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടിഭാഗം ഒന്ന് നന്നായിട്ട് വെന്തതിന് ശേഷമാണ്, കുറച്ച് സമയം വെച്ചതിന് ശേഷം മാത്രം തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ അടിഭാഗം ഒന്ന് വെന്ത് നിങ്ങൾക്ക് കാണും. അതിന് ശേഷമാണ് തിരിച്ചിടേണ്ടത് കേട്ടോ. ഇത് നന്നായിട്ട് പൊള്ളിയൊക്കെ വരും, നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ചിലപ്പം ചിലതൊക്കെ പ്രസ് ചെയ്യാണ്ട് തന്നെ പൊന്തിയിട്ടും വരും. നല്ലോണം വെന്ത് എന്നുള്ളതിൻ്റെ ഒരു അടയാളമാണ് ഈ ഒരു പൊള്ളി വരിക എന്ന് പറയുന്നത് കേട്ടോ. ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ പ്രസ് ചെയ്ത് വരുന്ന സമയത്ത് തന്നെ നമ്മൾ തിരിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ, ഒന്ന് പ്രസ് ആക്കിയതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കുക. അന്നേരം ഇത് നന്നായിട്ട് പൊള്ളി വന്നോളും, നന്നായിട്ട് വേവുകയും ചെയ്യും. പിന്നെ നമ്മൾ അധികം കട്ടിയിൽ ഇതാക്കാത്തത് കൊണ്ട് സാധാരണ നമ്മൾ കുറച്ചും കൂടെ കട്ടി ഉണ്ടെങ്കിൽ ഇതിങ്ങനെ ഒന്ന് ഉരുട്ടിയിട്ടും വേവിച്ചെടുക്കും കേട്ടോ. അങ്ങനെ ഒന്ന് റൗണ്ട് നമ്മൾ ടയറൊക്കെ ഉരുട്ടണ പോലെ ഒന്ന് ഉരുട്ടിയിട്ടും വേവിച്ചെടുക്കും. അത് ഇതിനെക്കാട്ടും കട്ടി ഉണ്ടെങ്കിൽ അങ്ങനെ ഉരുട്ടേണ്ടിയുള്ളൂ. ഇതിപ്പോൾ കട്ടിയില്ലാത്തതുകൊണ്ട് നമുക്ക് ഉരുട്ടേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ അത് 4 നന്നായിട്ട് പൊള്ളിച്ചെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് കാസറോളിലേക്ക് മാറ്റി വെക്കാം. ഇതിപ്പോൾ കണ്ടില്ല, 4 എണ്ണവും നന്നായിട്ട് പൊള്ളിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഞാൻ ബാക്കിയുള്ളതും കംപ്ലീറ്റ് ചുട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഈ ഒരു ഒറോട്ടി ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിന് നോൺ വെജ് തന്നെയാണ് ഏറ്റവും ടേസ്റ്റ് കേട്ടോ. ചിക്കൻ കറിയോ ബീഫ് കറിയോ അങ്ങനത്തെ ഒക്കെയാണ് ഇതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പോൾ അത് കംപ്ലീറ്റ് ഞാൻ ചുട്ടിട്ട് കാസറോളിൽ വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള പത്തിരിയാണ്, സൂപ്പറാണ് കേട്ടോ. ഇത് ചൂടോടുകൂടി കഴിക്കാനും ടേസ്റ്റാണ്, ചൂടാറി കഴിഞ്ഞാലും കഴിക്കാനും ടേസ്റ്റാണ്. ഇത് നമുക്ക് വടകര പത്തിരി എന്നാണ് പറയുക ഇതിന്. ഇത് എല്ലായിടത്തും ഉള്ള തന്നെയാണ്, തലശ്ശേരിയും കണ്ണൂരും ഒക്കെ ഉള്ളത് തന്നെയാണ്. കോഴിക്കോട് ഇല്ലാന്നേ ഉള്ളൂ, വടകര എന്ന് അങ്ങോട്ടേക്ക് പോയാൽ ഉണ്ട്. ഇനിയിപ്പോൾ നമ്മളെ കറി 20 മിനിറ്റ് ഞാൻ വേവിച്ചെടുത്തിട്ടുള്ള ആ ഒരു കറിയാണ് ഇട്ടത്. ഇതിപ്പോൾ കണ്ടില്ല, സൂപ്പറാണ്. ഇതിലൊരു തുള്ളി വെള്ളം പോലും നമ്മൾ ചേർത്തിട്ടില്ല. എന്നാൽ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് ആ ഒരു ഗ്രേവിയിൽ പൊതിഞ്ഞിട്ടാണ് ഉണ്ടാവുക. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇതിന് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു റോസ്റ്റാണ്. ഇവിടെ ആച്ചിൻ്റെ ഫേവററ്റാണിത്. ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ തന്നെ എപ്പോഴും വന്ന് ചോദിക്കുക ചിക്കൻ റോസ്റ്റാണോ ഉണ്ടാക്കണമെന്ന് ചോദിക്കുക. അപ്പോൾ ഞാൻ പറയും എപ്പോഴും ഇതൊന്നും നടക്കില്ല, നമുക്ക് ഇന്ന് കറിയാക്കാമെന്ന് പറഞ്ഞിട്ട് ചില സമയത്തേ ഞാനിങ്ങനെ ആക്കലുള്ളൂ. അപ്പോൾ ഇതാ നമ്മൾ ആ ഒരു വിളമ്പണ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഈ ഒരു കളർ വരാനും കാരണം നമ്മൾ ആ ഒരു ടൊമാറ്റോ പേസ്റ്റ് ഇടുന്നതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ടൊമാറ്റോ പേസ്റ്റ് നിങ്ങൾക്ക് കിട്ടാത്ത സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ടൊമാറ്റോ ഒന്ന് ചൂടുവെള്ളത്തിൽ ഇട്ടതിൻ്റെ ശേഷം തൊലി നീക്കിയിട്ട് നന്നായിട്ട് വെള്ളം ചേർക്കാണ്ട് അരച്ചെടുക്കുക. അരച്ചെടുത്തതിൻ്റെ ശേഷം അതിൽ കുറച്ചും കൂടെ വെള്ളം ഉണ്ടാവും എങ്ങനെ അരച്ചാലും. അപ്പോൾ അതൊന്ന് അടുപ്പത്ത് വെച്ചിട്ട് വറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ ടൊമാറ്റോ പേസ്റ്റ് ആയി കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ചുട്ട് വെച്ചിട്ടുള്ള ആ ഒരു ഒറോട്ടിയും നമ്മൾ വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരി തന്നെയാണ് കേട്ടോ. നമ്മൾ വെച്ചാലും കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാലും ആ ഒരു സോഫ്റ്റ്നെസ് ഒന്നും പോകുന്നില്ല, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഉണ്ടാവുക. എന്നുവെച്ചാൽ നമ്മൾ ഇതിൽ തീരെ പച്ചരിപ്പൊടി ഒന്നും ചേർക്കണില്ല, ഫുള്ളായിട്ട് പുഴുങ്ങലരി വെച്ചിട്ടാണ് ഈ ഒരു ഒറോട്ടി നമ്മൾ ഉണ്ടാക്കുക. കണ്ണൂർ ഭാഗത്തേക്കൊക്കെ കുറച്ച് പച്ചരിപ്പൊടിയും ചേർക്കുമെന്ന് പറയലുണ്ട്. പക്ഷെ നമ്മൾ വടകര തീരെ പച്ചരി ചേർക്കില്ല കേട്ടോ, ഫുള്ളായിട്ട് പുഴുങ്ങലരി വെച്ചിട്ട് തന്നെയാണ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഐറ്റം ഇതാണ്, ഈ ഒരു ചിക്കൻ റോസ്റ്റും കൂടെ നല്ല അടിപൊളിയായിട്ടുള്ള ഒറോട്ടി കേട്ടോ. സൂപ്പർ കോംബോ ആണ്, അടിപൊളിയാണ്, വൺ ഓഫ് മൈ ഫേവററ്റ് ആണ് ഇട്ടത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.